നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ മാൽദീവ് സീരീസിലെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ മാൽദീവ്സിലെ മാഫുഷി എന്ന് പേരുള്ളൊരു ഐലൻഡിലാണുള്ളത്. ഇന്നലെ രാവിലെ കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട ഞങ്ങൾ ഏകദേശം വൈകുന്നേരത്തോടുകൂടി മാഫുഷി എത്തി. വൈകുന്നേരം ആയതോടുകൂടി ഐലൻഡ് ഒന്ന് കറങ്ങി. ഇന്നലെ രാത്രി ഞങ്ങൾ കറങ്ങാനിറങ്ങിയപ്പോൾ ഞങ്ങൾ ഇന്നത്തേക്കൊരു സ്നോർക്ലിംഗ് ട്രിപ്പ് ബുക്ക് ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് അതിരാവിലെ തൊട്ട് തുടങ്ങിയ മഴ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ സമയം ഏകദേശം 6 മണി കഴിഞ്ഞിട്ടുണ്ട്. ഐലൻഡ് ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ച് ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റത്. പക്ഷെ മഴ മാറാണ്ട് പുറത്തേക്ക് ഇറങ്ങാനും പറ്റാത്ത അവസ്ഥയിലാണ്. ഏകദേശം 7:30 വരെ വെയിറ്റ് ചെയ്തതോടുകൂടി മഴയെല്ലാം മാറി. ഞാൻ പയ്യെ പുറത്തേക്ക് ഇറങ്ങി. ഒരു സുഹൃത്തും ഞാനും കൂടിയാണ് മാഫുഷി ഒന്ന് കറങ്ങി കാണാനായിട്ട് ഇറങ്ങിയത്. ഞങ്ങളുടെ ഹോട്ടലുള്ള ഈ ഏരിയയിൽ മറ്റു കുറേ ഹോട്ടലുകളും കഫേസും അതുപോലെ ഹോം സ്റ്റേകളും ഉണ്ട്. ഞങ്ങളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഏരിയ പൊതുവേ ടൂറിസ്റ്റ് ആക്ടിവിറ്റീസ് കുറവുള്ളൊരു ഏരിയയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഹോട്ടൽസിനും ഹോം സ്റ്റേസിനും താരതമ്യേന റേറ്റ് കുറവാണ്. അങ്ങനെ ബീച്ച് സൈഡിൽ ഓപ്പൺ ചെയ്യാത്തൊരു കഫേയുടെ ഫ്രണ്ടിൽ നിൽക്കുമ്പോഴാണ് കൂടെ ഖത്തർ എയർവേസിൻ്റെ ഫ്ലൈറ്റ് പോണത്. കുറേയധികം ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ്സ് മാൽദീവ്സിലേക്ക് ഓപ്പറേറ്റ് ചെയ്യേണ്ടത് ഇന്നലെ നമ്മൾ കണ്ടതാണല്ലോ. ഞങ്ങൾ നടന്ന് നേരെ മാഫുഷി പ്രിസൻ്റെ ഫ്രണ്ടിലേക്ക് എത്തി. ഈ പ്രിസൺ ഉള്ളത് മാഫുഷി ഐലൻഡിൻ്റെ ഒരു എക്സ്ട്രീം എൻഡിലാണ്. മാഫുഷി പ്രിസൺ ഈ ഐലൻഡ്സിലെ ഏറ്റവും വലിയ ജയിലാണ് കേട്ടോ. അതുകൂടാതെ പഴയ 2 പ്രസിഡന്റുമാരടക്കം കുറേ പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഇവിടെ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. ഈ ജയിലിൻ്റെ നല്ല പൊക്കമുള്ള മതിലുകൾക്ക് ഓപ്പോസിറ്റ് എല്ലാം റെസിഡൻഷ്യൽ കോളനീസാണ്. ഈ മാഫുഷി ഐലൻഡിൽ ഒരു റോഡും ടാർ ചെയ്തിട്ടില്ല. പിന്നെ ഐലൻഡ് മൊത്തം മണലായതും കൊണ്ട് മഴ പെയ്താലും ചെളിയ കാര്യങ്ങളൊന്നും റോഡിലില്ല. ഞങ്ങൾ കുറച്ചുകൂടി നടന്ന് ബോട്ടുകളെല്ലാം വിട്ടേക്കണ ഒരു ഏരിയയിലെത്തി. ഇവിടെ ബോട്ടുകൾ കിടക്കണ കണ്ടിട്ട് ഇത് ബോട്ടിൻ്റെ വർക്ക്ഷോപ്പോ അങ്ങനെ എന്തോ പരിപാടിയാണെന്നാണ് തോന്നുന്നത്. കുറേയധികം സ്പീഡ് ബോട്ടുകളും അതുപോലെ തന്നെ ലോക്കൽ ബോട്ടുകളും കൂടെ പണിക്ക് വേണ്ടി കയറ്റിയിട്ടിട്ടുണ്ട്. ഇത്ര രാവിലെ തന്നെ ആയതുകൊണ്ടാണ് പണിക്കാരും കാണാത്തതെന്ന് ചിന്തിച്ച് കിടന്നപ്പോഴാണ് ഇതേ ഫ്രണ്ടിൽ തന്നെ കുറച്ച് ആളുകൾ കറ്റമരം പണിതുകൊണ്ടിരിക്കുന്നത്. അവരുടെ അടുത്ത് ഇത് പണിയണത് വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോഴേക്കും അവർ സന്തോഷത്തോടു കൂടി സമ്മതം തന്നു. റമദാൻ നോയമ്പുള്ളത് കൊണ്ടായിരിക്കും മിക്കവാറും ഒരു അതിരാവിലെ തന്നെ പണി ഒടുങ്ങിയേക്കുന്നത്. ഇവരിതിൻ്റെ ചട്ടക്കൂടിൻ്റെ സ്റ്റേജ് ആയിട്ടുള്ളൂ. എന്നാലും ഇത് വല്ലപ്പോഴൊക്കെ കിട്ടുന്ന ഒരു അവസരം മാത്രമല്ലേ, അതുകൊണ്ട് തന്നെ ഞങ്ങൾ വീഡിയോ എടുക്കാതെ തീരുമാനിച്ചു.
ഇതിൻ്റെ അകത്തെ ചട്ടക്കൂടിൻ്റെ പണിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ മരത്തിൻ്റെ ഫ്രെയിമിൻ്റെ അകത്ത് പശയൊട്ടിക്കണ എന്തോ വർക്കാണ് ഇവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാട്ടർ പ്രൂഫായിട്ടുള്ള പ്ലൈവുഡ് പോലത്തെ മെറ്റീരിയലും കൊണ്ടാണ് ഇതിൻ്റെ ഫ്രെയിം ഉണ്ടാക്കിയേക്കുന്നത്. എന്ത് മെറ്റീരിയൽസ് വെച്ചാണ് ഇവരിത് പണിയണേന്നൊക്കെ പറഞ്ഞു തന്നെങ്കിലും എനിക്കിതിൻ്റെ ടെക്നിക്കൽ സൈഡൊന്നും മനസ്സിലായില്ല. ഈ മരത്തിൻ്റെ ചട്ടക്കൂടിൻ്റെ അകത്ത് ഒട്ടിക്കാനായിട്ടുള്ള പീസുകളാണ് ഇതൊക്കെ എന്നാണ് ഇവർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്. ഒരു 5 മിനിറ്റ് അവിടെ വീഡിയോ എടുത്തതിന് ശേഷം അവരോട് ബയ്യം പറഞ്ഞ് ഞങ്ങൾ വീണ്ടും നടത്താൻ തുടങ്ങും. പിന്നെ ഈ ഒരു ഏരിയയിലാണ് മെയിനായിട്ട് ലോക്കൽ മാലദ്വീപിലെ ആളുകളുടെ വീടുകളെല്ലാം വന്നത്. ഈ ബോട്ടിയാടിയിൽ നിന്ന് കുറച്ച് ദൂരം നടന്നപ്പോൾ തന്നെ ഞങ്ങൾ മാഫുഷി മോസ്കിലേക്ക് എത്തി. മാഫുഷിയുടെ ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള കുറേ വെബ്സൈറ്റുകളിലെല്ലാം ഈ മോസ്ക് മെയിൻ ഒരു അട്രാക്ഷൻ എന്നുള്ള രീതിയിൽ ഞാൻ കണ്ടിരുന്നു. പള്ളി ഒറ്റ നിലയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. ഈ പള്ളിയുടെ കോമ്പൗണ്ടിൽ സ്ത്രീകൾക്ക് നിസ്കരിക്കാനായിട്ട് പ്രത്യേക ഏരിയയും ഇവർ ഒരുക്കിയിട്ടുണ്ട്. വലിയ ഒച്ചപ്പാടും ബഹളമോ അല്ലെങ്കിൽ ടൂറിസ്റ്റുകളോ ഇല്ലാത്തൊരു ഏരിയയാണത്. ഒറ്റ നിലയായിട്ട് ആ ഏരിയനോട് നന്നായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു കൺസ്ട്രക്ഷനാണ് ഈ മോസ്കിൻ്റെ. പള്ളിയുടെ കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലായിടത്തും ഞങ്ങൾ ഫ്രണ്ടിലേക്ക് നടന്നപ്പോൾ ഞങ്ങൾ എത്തിയതൊരു ടർഫ് ഗ്രൗണ്ടിൻ്റെ അടുത്താണ്. ബീച്ചിനോട് ചേർന്നുള്ളൊരു ടർഫാണെങ്കിൽ ഇത് കണ്ടിട്ട് അത്ര ആക്റ്റീവാണെന്ന് തോന്നണില്ല. ടർഫിനോട് ചേർന്ന് തന്നെയാണ് മാഫുഷി വാട്ടർ ആൻഡ് സീവേജ് കമ്പനിയുടെ ഒരു പ്ലാന്റ് കണ്ടത്. മാൽദീവ്സിലെ ആളുകൾക്ക് കുടിവെള്ളം ലഭ്യമാക്കിയും അതുപോലെ തന്നെ സീവേജ് ട്രീറ്റ്മെൻറ്റുമാണ് ഇവരുടെ പ്രധാന കടമ.
മാൽദീവ്സിൻ്റെ പോപ്പുലേഷൻ്റെ 50% കൂടുതൽ ആളുകൾ ഇവരുടെ സർവീസസ് യൂസ് ചെയ്യേണ്ടതെന്നാണ് പറയപ്പെടുന്നത്. ഈ റോഡിൻ്റെ 2 സൈഡിലായിട്ടുള്ള ഈ പ്ലാന്റിന് അത്യാവശ്യം തെറ്റില്ലാത്ത വലിപ്പമുണ്ട് കേട്ടോ. ഈ മാഫുഷി ഐലൻഡിന് 1.25 കിലോമീറ്റർ നീട്ടവും 1/4 കിലോമീറ്റർ വീതിയുമാണുള്ളത്. ഇങ്ങേയറ്റത്തുള്ള ബീച്ചിൽ നിന്നാണ് നമ്മളിപ്പോൾ 1/4 കിലോമീറ്റർ അപ്പുറത്തുള്ള കടൽ കണ്ടത്. നടക്കണതിൻ്റെ ഇടയിൽ സൈഡിലൊരു പച്ചപ്പ് കണ്ട് ഞങ്ങൾ ആ വഴിയിലേക്ക് കയറി. ഇവിടുത്തെ നാട്ടുകാരിയായിട്ടുള്ളൊരു സ്ത്രീ രാവിലെ തന്നെ മുറ്റമടിക്കണതിൻ്റെ തിരക്കിലാണ്. ഈ വഴി ഞങ്ങളെ കൊണ്ടുവന്ന് എത്തിച്ചത് ഒരു വലിയൊരു ടർഫ് ഗ്രൗണ്ടിൻ്റെ ഫ്രണ്ടിലേക്കാണ്. ഇതാണ് മാഫുഷി പ്ലേ ഗ്രൗണ്ട് എന്നറിയപ്പെടുന്ന ഗ്രൗണ്ട്. ഏകദേശം ഈ മാഫുഷി ഐലൻഡിൻ്റെ ഒത്ത സെൻറ്ററിൽ തന്നെയാണ് ഈ ഗ്രൗണ്ട് ഉള്ളത്. ടർഫിലെ ഗോൾ പോസ്റ്റുകൾ കണ്ടപ്പോൾ തന്നെ ഇവിടുത്തെ പ്രധാന ഗെയിം ഫുട്ബോളാണെന്ന് മനസ്സിലായി. ഇവിടെ ഫുട്ബോൾ കൂടാതെ വോളിബോളും അതുപോലെ തന്നെ സൈക്ലിംഗ് ആക്ടിവിറ്റീസും കൂടി ഉണ്ട് കേട്ടോ. ടാറിട്ടിട്ടില്ലെങ്കിലും അത്യാവശ്യം വീതിയുള്ള റോഡുകളാണ് ഇവർ ബീച്ച് സൈഡിലെല്ലാം നിർമ്മിച്ചേക്കുന്നത്. ആളുകൾ കുറച്ചുപേര് എക്സ്കവേറ്ററിൻ്റെ മേലിൽ കയറിന്ന് പോണതാണ് അടുത്ത കാഴ്ച. തൊട്ടടുത്തുള്ള ഏതൊരു കൺസ്ട്രക്ഷൻ സൈറ്റിലേക്കായിരിക്കും ഇവരുടെ പോക്ക്. ഇവർ പോയ വഴിയിൽ കൂടെ ഞങ്ങളും കുറച്ച് ഫ്രണ്ടിലേക്ക് നടന്നു. അധികം നടക്കണേക്കാളും മുമ്പ് ഞങ്ങൾ എത്തിച്ചേർന്നത് ഒരു റിക്ലമേഷൻ സൈറ്റിലേക്കാണ്. ഈ സൈറ്റിൻ്റെ അറ്റത്തൊരു എക്സ്കവേറ്ററും അതുപോലെ തന്നെ ലോറിയെല്ലാം കാണാം നമുക്ക്. ആഗോളതാപനം മൂലം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് ഇപ്പം മാൽദീവ്സ്. അതുകൊണ്ട് തന്നെ ആളുകളുടെ സംരക്ഷണത്തിന് വേണ്ടി കുറേയധികം റിക്ലമേഷൻ പ്രോജക്ട്സ് മാൽദീവ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് നാൾ മുമ്പ് പല ഇൻ്റർനാഷണൽ മാധ്യമങ്ങളിലും മാൽദീവ്സിലെ ഈ റിക്ലമേഷൻ ആക്ടിവിറ്റീസ് ഒരു വാർത്തയായിരുന്നു. ഈ സൈറ്റിനോട് ചേർന്നാണ് മനോഹരമായിട്ടുള്ളൊരു ഓപ്പൺ റെസ്റ്റോറൻറ്റ് കൺസെപ്റ്റ് ചെയ്തേക്കുന്നത്. കപ്പിൾസിനെല്ലാം ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ സെർവ് ചെയ്യാവുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. ഏറ്റവും കോസ്റ്റ് കുറച്ചെന്നാൽ വളരെ മനോഹരമായിട്ടാണ് ഇവരിത് ചെയ്തേക്കുന്നത്. ഇതുപോലെ മാഫുഷിയിൽ പല സ്ഥലത്തും ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇത് ടൂറിസ്റ്റ് ഏരിയയിൽ നിന്ന് അത്ര ദൂരെയുമല്ല, എന്നാൽ നല്ല ശാന്തമായിട്ടുള്ളൊരു ലൊക്കേഷനാണ്. ഇവിടെ വെലാന എന്നുള്ളൊരു നെയിം ബോർഡും ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ വെലാന എന്താണെന്ന് ഇവിടെ നിന്നൊരാളോട് ചോദിച്ചപ്പോൾ ഇവിടുത്തെ ബീച്ച് ഹോട്ടലാണെന്നാണ് പറഞ്ഞത്. മിക്കവാറും ഈ റെസ്റ്റോറൻറ്റ് ഏരിയ അവരുടെ ഉടമസ്ഥതയിലുള്ളതായിരിക്കും.
ബീച്ച് വ്യൂ ഉള്ള കുറേയധികം ഹൈ റൈസ് ഹോട്ടൽ ബിൽഡിങ്സ് ഈ പരിസരത്തുണ്ട്. ഞങ്ങളുടെ ഇന്നത്തെ ഡേ ടൂറിന് പോകേണ്ട സമയമായതോടുകൂടി ഞങ്ങൾ പയ്യെ തിരിച്ച് ഹോട്ടലിലേക്ക് നടന്നു തുടങ്ങി. ഏകദേശം 5 മിനിറ്റ് നടക്കാനുണ്ട് ഞങ്ങളുടെ ഹോട്ടലിലേക്ക് ഇവിടുന്ന്. ബ്രേക്ക്ഫാസ്റ്റും കൂടി കഴിച്ചിട്ട് വേണം ഞങ്ങൾക്ക് സ്നോർക്കലിംഗ് ട്രിപ്പിന് പോകാനുള്ളതും കൊണ്ട് കുറച്ച് സ്പീഡ് കൂട്ടി തന്നെ ഞങ്ങൾ ഹോട്ടലിലേക്ക് നടന്നു.